topics that we are discussed in the last class was എന്തായിരുന്നു different methods to find out the convolution sum of discrete time signals അല്ല discrete time LTI systems അതിന്റെ convolution sum find out ചെയ്യുന്ന different methods ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ ഓൾറെഡി നമ്മൾ 2 ടൈപ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബൈ യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെ, ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ കൺവല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാം അത് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് സെക്കൻഡ് നമ്മൾ ഹൗ convolution sum can be obtained from matrix multiplication method. ഓക്കെ, അതും പറഞ്ഞു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് സിമ്പിളർ ആണ്, ടേബിളാർ മെത്തേഡ് എന്നും കൂടി അതിന് പറയും. അതെന്താണ്? നമ്മൾ ജസ്റ്റ് ആ ഒരു തന്നിരിക്കുന്ന സീക്വൻസസിനെ ഒരു ടേബിൾ ഫോമിലേക്ക് കൺസ്ട്രക്ട് ചെയ്തു, ദെൻ ഡയഗണൽ ആയിട്ട് ആഡ് ചെയ്തു, പിന്നെ അതിന്റെ ലിമിറ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ട് അതിന്റെ ലിമിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നല്ല സിമ്പിൾ മെത്തേഡാണ്, അത് കണ്ടിന്യൂസ് ആയി ചോദിക്കുന്നതാണ്. സോ അത് നീറ്റായിട്ട് നോക്കുക. അതുപോലെ ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓരോ സിഗ്നലും അതിന്റെ മുകളിലുള്ള ഷിഫ്റ്റിങ്ങും സ്കെയിലിംഗും ഒക്കെ നമുക്ക് സിഗ്നൽ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ, ഞാനത് പഠിപ്പിച്ചു തരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്, ബേസിക്സ് ആണ് എന്നുള്ളത്. അപ്പൊ സിഗ്നൽ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അതാണ് using equation. Okay, convolution sum using equation. Next method. Okay, the screen visible ആവുന്നില്ല, എന്തെങ്കിലും ഇഷ്യൂ എന്നോടൊന്ന് വോയിസിൽ ഇൻഫോം ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് എന്താണ്? കൺവല്യൂഷൻ സം യൂസിങ് ഇക്വേഷൻ. തേർഡ് മെത്തേഡ് ആണ് കൺവല്യൂഷൻ സം യൂസിങ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ അതുപോലെ എഴുതിയെടുക്കുക, അപ്പൊ തന്നെ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് two sequences given below. Find the convolution of the two sequences given below. Okay, two sequences എഴുതിയെടുത്തോളൂ. x of n ഇൻപുട്ട് സിഗ്നൽ തന്നിട്ടുണ്ട്. x of n is equal to b raised to n into u of n. x of n is equal to b raised to n into u of n, and impulse response h of n is equal to a raised to n into u of n. Okay, impulse response h of n is equal to a raised to n into u of n. ഇതാണ് രണ്ട് sequences. x of n is equal to b raised to n into u of n, and h of n is equal to a raised to n into u of n. Okay, പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നെല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ബൈ യൂസിങ് ഇക്വേഷൻ മെത്തേഡ് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. അപ്പൊ അത് ഈച്ച് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വേണ്ടത്? നമുക്ക് എന്താ കാണേണ്ടത്? കൺവല്യൂഷൻ സം ആണ് അല്ലെ. കൺവല്യൂഷന്റെ ഇക്വേഷൻ എന്താണ്? y of n is equal to x of n കൺവല്യൂഷൻ h of n. ഇതാണ് നമ്മുടെ കൺവല്യൂഷന്റെ ഇക്വേഷൻ. നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേറ്റർ വെച്ച് എഴുതുകയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്താണ്? സമ്മേഷൻ k is equal to minus infinity to infinity x of k into h of n minus k. ഇതാണ് വേറെ ഒരു ഇക്വേഷൻ, x of k into h of n minus k. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് അറിയാം, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടേമാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇനി നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഇക്വേഷന്റെ താഴത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ എക്സ് ഓഫ് എൻ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് അല്ലെ, ബി റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ ആണ്. അപ്പൊ നമുക്ക് അതിൽ എക്സ് ഓഫ് കെ കണ്ടുപിടിക്കാലോ. എന്തായിരിക്കും എക്സ് ഓഫ് കെ? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു ബി റൈസ് ടു കെ ഇൻറ്റു യു ഓഫ് കെ അല്ലെ. ഒന്നുമില്ല, നമ്മുടെ എക്സ് ഓഫ് എൻ ഗിവൺ ആണെങ്കിൽ അതിന്റെ ഡൊമൈനിൽ എന്നിന് പകരം കെ കൊടുത്താൽ മതി. അപ്പൊ എക്സ് ഓഫ് കെ എഴുതാം. എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു ബി റൈസ് ടു കെ ഇൻറ്റു യു ഓഫ് കെ. ആൻഡ് വാട്ട് ഈസ് എച്ച് ഓഫ്? നമുക്ക് ഇക്വേഷനിൽ എന്തൊക്കെയാ വേണ്ടത്? എക്സ് ഓഫ് കെ വേണം, ആൻഡ് എച്ച് ഓഫ് എൻ മൈനസ് കെയും വേണം. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് കെ നമ്മൾ എഴുതി. ഇനി എന്താ വേണ്ടത്? എച്ച് ഓഫ് എൻ മൈനസ് കെ ആണ് വേണ്ടത്. എച്ച് ഓഫ് എൻ മൈനസ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എച്ച് ഓഫ് എൻ ഓൾറെഡി ഗിവൺ ആണ് അല്ലെ, എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ ആണ് എച്ച് ഓഫ് എൻ. സോ എച്ച് ഓഫ് എൻ മൈനസ് കെ എന്തായിരിക്കും? എ റൈസ് ടു
എന്നിന് പകരം എന്തെടുക്കുക, n മൈനസ് കെ കൊടുക്കുക. എ റൈസ് ടു n മൈനസ് കെ ഇൻറ്റു യു ഓഫ് എന്നിന് പകരം n മൈനസ് കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് കെയും കിട്ടി, എച്ച് ഓഫ് n മൈനസ് കെയും കിട്ടി അല്ലെ. അതാണ് നമുക്ക് ഇക്വേഷനിൽ വേണ്ട രണ്ട് ടേംസ്. ഇനി ഡയറക്ട്ലി ആ കൺവല്യൂഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, കൺവല്യൂഷൻ ഇക്വേഷൻ്റെ അകത്ത് y of n is equal to what, summation of k is equal to minus infinity to infinity x of k ക്ക് പകരം നമുക്ക് കിട്ടിയ വാല്യൂ എടുത്ത് എഴുതാം. എന്താണ്, v raised to k into u of k, that is into h of n minus k എന്താണ്, a raised to n minus k into u of n minus k ആണ്. അപ്പൊ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. that is into a raised to n minus k into u of n minus k. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ആ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് വരികയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് summation k is equal to minus infinity to infinity b raised to k into u of k into എന്താണ്, a raised to n minus k നമുക്ക് a raised to n into a raised to minus k സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. a raised to n minus k ആണല്ലോ, അപ്പൊ a raised to n into a raised to minus k സ്പ്ലിറ്റ് ചെയ്ത് എഴുതു u of n minus k, u of n ഇവിടെ ബി റൈസ് ടു കെ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, ഇവിടെ എ റൈസ് ടു മൈനസ് കെ എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പൊ അത് രണ്ടിനെ നമുക്ക് ഒന്നിച്ചാക്കി എഴുതാം. എന്താണ്, സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യു ഓഫ് കെ അവിടെ വെക്കുക ഇൻറ്റു എ റൈസ് ടു എൻ അവിടെ ഉണ്ട്. ഇനി ബി റൈസ് ടു കെയും ഉണ്ട്, എ റൈസ് ടു മൈനസ് കെയും ഉണ്ട്. എ റൈസ് ടു മൈനസ് കെ പറഞ്ഞാൽ എന്താണ്, 1 എ റൈസ് ടു കെ ആണ് അല്ലേ. എ റൈസ് ടു മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 എ റൈസ് ടു കെ ആണ്. ഇതൊക്കെ മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഈ ബി റൈസ് ടു കെ ആൻഡ് എ റൈസ് ടു മൈനസ് കെനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ബി ബൈ എ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതിക്കൂടെ. കാരണം ബി റൈസ് ടു കെ ഇൻറ്റു 1 എ റൈസ് ടു കെ ആണ്. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ബി ബൈ എ ഹോൾ റൈസ് ടു കെ എന്ന് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ അവിടെ ഉള്ളത്, യു ഓഫ് എൻ മൈനസ് കെ. ഇത്ര വരെ എഴുതി മനസ്സിലായോ? ഒന്നുമില്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും ഗിവൺ ആണ്. നമുക്ക് കൺവല്യൂഷൻ സമ്മിന്റെ ഇക്വേഷനും അറിയാം. ഡിസ്ക്രീറ്റിന്റെ കേസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ അറിയാം. അപ്പൊ അതിൽ ഇക്വേഷനിൽ എക്സ് ഓഫ് കെയും എച്ച് ഓഫ് എൻ മൈനസ് കെയും വേണം. അപ്പൊ തന്നിരിക്കുന്ന സീക്വൻസസ് എച്ച് ഓഫ് എൻ എന്ന് എക്സ് ഓഫ് കെ കണ്ടുപിടിക്കുക, ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ എന്ന് എച്ച് ഓഫ് എൻ മൈനസ് കെയും കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ഇത്ര വരെ ക്ലിയർ ആണോ? യെസ്. അപ്പം നെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, യു ഓഫ് കെ ഇൻറ്റു എ റൈസ് ടു എൻ ഇൻറ്റു ബി ബൈ എ ഹോൾ റൈസ് ടു കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ. അപ്പൊ ഇവിടെ വേരിങ് ഫാക്ടർ ഏതാണ്, കെ ആണ് അല്ലെ. കെ ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ എ റൈസ് ടു എൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ. കാരണം എ റൈസ് ടു എന്നിൽ എവിടെയും കെ വരുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഈ സമ്മേഷന്റെ പുറത്ത് കൊണ്ടുവരാം. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. എന്താണ്, y of n is equal to a raised to n into summation of k is equal to minus infinity to infinity. ബാക്കി എന്തൊക്കെ ടേംസ് അവിടെ വരുന്നത്, b by a ഹോൾ റൈസ് ടു k ഉണ്ട്, പിന്നെന്താണ് u of k into u of n minus k. ഇത്രയും ടേംസ് ആണ് അപ്പോൾ അവിടെ ബാക്കി ലെഫ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് എ റൈസ് ടു എന്നെ പുറത്തെടുത്തതെന്ന് വെച്ചാൽ കെ വേരിയബിൾ ആണ്. അപ്പൊ എ റൈസ് ടു എന്നുള്ള ടേമിൽ കെ വരുന്നില്ല. ഓക്കെ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. സോ അത് കോൺസ്റ്റന്റ് ആക്കാം. നമുക്ക് അതിന്റെ സമ്മേഷന്റെ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പൊ ഇത്ര വരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ കെയുടെ വാല്യൂ നോക്കിയാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് വേരി ചെയ്യുന്നത്. ബട്ട് അതിന്റെ ആക്ച്വൽ ആ ഒരു ലിമിറ്റിനെ, ഓക്കെ, ആ സമ്മേഷൻ ലിമിറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഫാക്ടർ ആണെന്ന് വെച്ചാൽ യു ഓഫ് കെയും യു ഓഫ് എൻ മൈനസ് കെയും ആയിരിക്കും. ഓക്കെ, യു ഓഫ് കെ ആൻഡ് യു ഓഫ് എൻ മൈനസ് കെ എന്നുള്ള ടേം ആയിരിക്കും ഇവിടെ എന്തിനെ, വിൽ ഡിസൈഡ് ദ ലിമിറ്റ് ഓഫ് സമ്മേഷൻ. ഓക്കെ, വിൽ ഡിസൈഡ് ദ ലിമിറ്റ് ഓഫ് സമ്മേഷൻ.
ഇവിടെയുള്ള ആ ലിമിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് യു ഓഫ് കെ ആൻഡ് യു ഓഫ് എൻ മൈനസ് കെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിനെയാണ് നോക്കേണ്ടത്. ആ യു ഓഫ് കെക്കും യു ഓഫ് എൻ മൈനസ് കെന്നുള്ള ആ രണ്ട് സിഗ്നൽസിനെ നോക്കിയിട്ടാണ് നമ്മൾ ആ ലിമിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം അതിന് യു ഓഫ് കെ എന്താണ് സിഗ്നൽ ഒന്ന് വരച്ചു നോക്കിയേ. യു ഓഫ് കെ എന്ന് പറയുന്ന സിഗ്നൽ എന്താണ്? യു ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ 1 യൂണിറ്റി ആയിട്ട് വരുന്ന കുറെ സിഗ്നൽസ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടാവും അല്ലെ. 0, 1, 2, 3, 4, 5 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. ഇവിടെ എന്താണ്? കെ ആണ്. ഇങ്ങോട്ടേക്ക് എന്താണ്? -1, -2 പോകുന്നുണ്ടാവും. ഇതാണ് യു ഓഫ് കെ. അപ്പൊ യു ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാല് നമുക്ക് അതിനെ മാറ്റിയിട്ട് യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ എഴുതിക്കൂടെ? കാരണം കെ ആണ് വേരിങ് ഫാക്ടർ, മൈനസ് കെ പ്ലസ് എൻ എഴുതാം. അപ്പൊ യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ എങ്ങനെ വരക്കാം? ഓക്കെ, then u of മൈനസ് കെ പ്ലസ് എൻ ആണ് വരക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യാ? മൈനസ് കെ പ്ലസ് എൻ എന്ന് പറയുന്ന സമയത്ത് വരുന്നുണ്ട് പ്ലസ് എന്താണ്? ഷിഫ്റ്റിംഗ് ആണ്. അപ്പൊ രണ്ട് ഓപ്പറേഷൻ ഒന്നിച്ച് ആദ്യം എന്താ ചെയ്യാ? ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ടാണ് ടൈം റിവേഴ്സ് ചെയ്യുക അല്ലെ. അപ്പൊ ആദ്യം എന്താ ചെയ്യാ? യു ഓഫ് കെ പ്ലസ് എൻ ചെയ്യാം. ആദ്യം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ യു ഓഫ് കെ ഇതാണ്, മേലെ വരച്ചിരിക്കുന്നതാണ് യു ഓഫ് കെ. അപ്പൊ യു ഓഫ് കെ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എൻ ആണ്. സോ എൻ യൂണിറ്റ്സ് ഷുഡ് ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് ആണ് അല്ലെ. പ്ലസ് എൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും മൈനസ് എൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്കുമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പ്ലസ് എൻ ആണുള്ളത്. സോ എൻ യൂണിറ്റ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെയുള്ള യു ഓഫ് കെ നമുക്ക് യു ഓഫ് കെ പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതുപോലെ എൻ യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു സിഗ്നൽ ആയിരിക്കും. ഇതുപോലെ എൻ യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും യു ഓഫ് കെ പ്ലസ് എൻ. ഓക്കെ, അപ്പൊ ഷിഫ്റ്റിംഗ് കഴിഞ്ഞുള്ളൂ. ഇനി അതിന്റെ ടൈം റിവേഴ്സൽ വേണം അല്ലെ. യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ ആണ്. അപ്പൊ യു ഓഫ് മൈനസ് കെ പ്ലസ് എന്നിനെ എങ്ങനെ വരക്കാം? ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം റിവേഴ്സലാണ്. ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഈ എൻഡിലേക്ക് വരും അല്ലെ. അപ്പൊ ടൈം റിവേഴ്സൽ നോക്കാം. യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ ആകുമ്പോൾ എന്ത് വരും? നേരെ മറ്റേ സൈഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് പോകും. നേരെ റൈറ്റ് സൈഡിലേക്ക് അത് ടൈം റിവേഴ്സ് നമ്മൾ നേരെ എന്തെടുക്കും? അതിന്റെ മിറർ ഇമേജ് പോലെ ഈ വെർട്ടിക്കൽ ആക്സിസിനെ വെച്ചിട്ട് നേരെ മിറർ ഇമേജ് പോലെയാണ് എടുക്കുക. ഇവിടെ എൻ വരും. ഇത് എൻ ആണ്, ഒരു പെർട്ടിക്കുലർ നമ്പർ അല്ല, അത് ഏത് നമ്പറും ആകാം. ഓക്കെ, 0 to ഇൻഫിനിറ്റി വരെയുള്ള മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ആകാം. ഓക്കെ, ഇതിന്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇതാണ് എന്ത്? യു ഓഫ് കെ പ്ലസ് മൈനസ് കെ പ്ലസ് എൻ എന്ന് പറഞ്ഞ സിഗ്നൽ, ഈ സിഗ്നൽ. ഓക്കെ, അപ്പം യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ കിട്ടി. അതിന് ഈ രണ്ട് സിഗ്നൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എൻ എന്ന് പറയുന്ന വാല്യൂ അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എൻ എന്ന് പറഞ്ഞ വാല്യൂ ആക്ച്വലി എന്താണ്? ഇവിടെ വേരിങ് കെ ആണ്. അപ്പൊ കെയുടെ വാല്യൂ എന്താണ്? എൻ തൊട്ട് ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം. എൻ തൊട്ട് പോസിറ്റീവോ നെഗറ്റീവോ വേരി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ എന്ന് പറയുന്ന വാല്യൂവിന് രണ്ട് കേസസ് ഉണ്ടാകാം. ദാറ്റ് ഈസ് എൻ എന്ന് പറയുന്ന വാല്യൂ ഒന്നുകിൽ എൻ ലെസ് ദാൻ 0 ആകാം, അല്ലെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ 0 ആകാം. രണ്ട് കേസും ഉണ്ട് അല്ലെ, രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഒന്നുകിൽ ലെസ് ദാൻ 0 ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആകാം. ഇതാണ് ഇവിടെ രണ്ട് കേസ് വരിക. ഫസ്റ്റ് കേസ് വെൻ എൻ ലെസ് ദാൻ 0 നമ്മൾ യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ കണ്ടുപിടിക്കുക. സെക്കൻഡ് കേസിൽ വെൻ എൻ ഗ്രേറ്റർ ദാൻ 0 യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ കണ്ടുപിടിക്കുക. അപ്പൊ അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുന്നത് വരെ ക്ലിയർ ആയി. ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ എന്നുള്ള ടേം ആണ് ഇതിന്റെ സമ്മേഷൻ ലിമിറ്റിനെ
ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യു ഓഫ് കെൻ്റെ യു ഓഫ് എൻ മൈനസ് കെ എന്നുള്ള നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. ആ ഗ്രാഫ് നോക്കി അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയാൽ നമുക്ക് ആ വാല്യൂസ് മനസ്സിലാവും. ഇവിടെ നമുക്ക് എന്നിന് പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് പോസിബിൾ ആണ്, രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കേസസ് വരും. ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 1 എന്ന് പറയുന്നത് എന്താണ്? n ലെസ് ദാൻ 0 എന്നുള്ള കേസ് എടുക്കുക. n ലെസ് ദാൻ 0 എന്നുള്ള കേസാണ് ഫസ്റ്റ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ, n ലെസ് ദാൻ 0. n ലെസ് ദാൻ 0 ആണെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയേ. n ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ ആണ്. ഓക്കെ, ബിക്കോസ് ഇവിടെ ബി ബൈ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സമ്മേഷൻ കൊടുക്കേ വേണ്ടുള്ളൂ. ഇവിടെ ഒരു ചേഞ്ചിങ് ഫാക്ടർ ഉള്ളത് യു ഓഫ് കെന്റെ യു ഓഫ് എൻ മൈനസ് കെ ആണ്. അപ്പം യു ഓഫ് കെന്റെ യു ഓഫ് എൻ മൈനസ് കെന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് രണ്ട് കേസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. ഒന്ന് n ലെസ് ദാൻ 0 എന്നുള്ള കേസും ഉണ്ട്, ഒന്ന് n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് n ലെസ് ദാൻ 0 ആണ്. അപ്പൊ n ലെസ് ദാൻ 0ന് യു ഓഫ് കെന്റെ യു ഓഫ് എൻ മൈനസ് കെന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് എത്രയായിരിക്കും നോക്കിയേ. യു ഓഫ് കെന്റെ യു ഓഫ് എൻ മൈനസ് കെയുടെ വാല്യൂ ഫോർ n ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ രണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു ഓഫ് കെ 0 തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ അതിന് വാല്യൂസ് ഉണ്ട്, 1 എന്നുള്ള വാല്യൂസ് ഉണ്ട് അല്ലെ. യു ഓഫ് എൻ മൈനസ് കെ എന്നുള്ളതിനോ, യു ഓഫ് എൻ മൈനസ് കെ എന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കണം, അവിടെ n ലെസ് ദാൻ 0 ആണ്. n ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ യു ഓഫ് മൈനസ് എൻ മൈനസ് കെ ആണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും ആ സിഗ്നൽ ഉണ്ടാകുക? ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് എന്താ വേണ്ടത്? യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ ആണ് ഫോർ n ലെസ് ദാൻ 0. അപ്പം യു ഓഫ് കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇതുപോലെയാണ് സിഗ്നൽ ഉണ്ടാവുക. 0 1 2 3 അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും. ഇതാണ് യു ഓഫ് കെ. ഓക്കെ, ഇനി യു ഓഫ് n മൈനസ് കെ വെൻ n ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എന്താണ്? യു ഓഫ് മൈനസ് എൻ മൈനസ് കെ ആണ് അല്ലെ. അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് നമുക്ക് യു ഓഫ് മൈനസ് കെ മൈനസ് എൻ എഴുതാം. മൈനസ് കെ മൈനസ് എൻ. ഇതെങ്ങനെ ചെയ്യാ? ആദ്യം അതിന്റെ ഷിഫ്റ്റിങ്, ദെൻ അതിന്റെ ടൈം റിവേഴ്സൽ അല്ലെ. ആദ്യം ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കാണേണ്ടത് ആദ്യം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണേണ്ടത്? യു ഓഫ് കെ മൈനസ് എൻ. യു ഓഫ് കെ മൈനസ് എൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം യു ഓഫ് കെ തന്നിട്ടുണ്ട്. യു ഓഫ് കെ മൈനസ് എൻ എന്ന് വെച്ചാൽ n യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. n യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ഇവിടെ n ആയിരിക്കും. ഇതാണ് യു ഓഫ് കെ മൈനസ് എൻ. ഇനി അതിന്റെ ടൈം റിവേഴ്സൽ കൂടി എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? യു ഓഫ് മൈനസ് കെ മൈനസ് എൻ ആണെങ്കിൽ എന്ത് വരും? നേരെ ഓപ്പോസിറ്റ് മിറർ ഇമേജ് എടുക്കുക അല്ലെ, ഇതുപോലെ വരും. നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആയിട്ട് വരുന്നില്ലേ? നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. യു ഓഫ് കെ മൈനസ് എൻ എന്താണ് വരുന്നത്? യു ഓഫ് കെ മൈനസ് എൻ എന്ന് പറയുന്ന സമയത്ത് യു ഓഫ് കെ 0 തൊട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ യു ഓഫ് കെ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽ മൊത്തം n യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആണ് അല്ലെ. അപ്പം റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെയാണ് പോവുക. n തൊട്ട് റൈറ്റ് സൈഡ് ഇൻഫിനിറ്റി വരെ പോകും. ഇതുപോലെയല്ലേ ഷിഫ്റ്റിംഗ് വരിക? നിങ്ങൾ എന്താ എന്നിട്ട് പറയാഞ്ഞത്? യു ഓഫ് കെ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് യൂണിറ്റി വാല്യൂ ഉള്ള സിഗ്നൽസ് ആണ്, ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. യു ഓഫ് കെ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റിംഗ് അല്ലെ, മൈനസ് ആയതുകൊണ്ട്. അപ്പം റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ n തൊട്ട് റൈറ്റ് സൈഡ് ഇൻഫിനിറ്റി വാല്യൂ വരെ ആ സിഗ്നൽ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അതിന്റെ ടൈം റിവേഴ്സൽ എടുത്ത് നോക്കിയേ. ഇനി അതിന്റെ ടൈം റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ യു ഓഫ് മൈനസ് കെ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് എടുക്കുക, ഇതുപോലെ ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകും. ഇത് കെ ആണ്,
ഇതെന്താണ്? എൻ ആണ്. എൻ തൊട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോകും. ഇതാണ് യു ഓഫ് മൈനസ് കെ മൈനസ് എൻ. ഈ സിഗ്നലും ഈ യു ഓഫ് കെയും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, യു ഓഫ് കെയും യു ഓഫ് എൻ മൈനസ് കെയും ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ലെസ് ദാൻ 0. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പം ഈ ഒരു സിഗ്നലും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, യു ഓഫ് കെക്ക് 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വാല്യൂ ഉണ്ട്. ഓക്കെ, യു ഓഫ് മൈനസ് കെ മൈനസ് എന്നിന് മൈനസ് എൻ തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ വാല്യൂ ഉണ്ട്. ഈ രണ്ട് സിഗ്നൽസും ഒരേപോലെ വരുന്ന, ഒരേ റേഞ്ചിൽ വരുന്ന പൊസിഷൻസ് ഉണ്ടോ? ഇല്ലല്ലോ. 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ യു ഓഫ് കെ ഉണ്ടെങ്കിൽ യു ഓഫ് മൈനസ് കെ മൈനസ് എൻ അവിടേക്ക് 0 ആണ്. അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 0 0 ആവും. ഇനി യു ഓഫ് മൈനസ് കെ ടു മൈനസ് കെ മൈനസ് എന്നിന് ഈ മൈനസ് എൻ തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ വാല്യൂ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താ, യു ഓഫ് കെ 0 ആണ്. അപ്പൊ 0 × 1 0 ആവും. അപ്പൊ യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വാല്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇവിടെ എന്താ ചെയ്യുന്നത്? യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ ആണ്. ഈ സിഗ്നലും ഈ മൈനസ് എന്നിന് ഇല്ല, എന്താണ് 0. മൈനസ് കെ ടു മൈനസ് എന്നിന് മൈനസ് എന്നും ഇല്ല, 0 ആണ്. അപ്പൊ 0 × 1 യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ലെസ് ദാൻ 0 ആണെങ്കിൽ വാല്യൂ എന്താണ്? വാല്യൂ 0 എന്നത് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഇവിടെ എന്താണ് രണ്ട് കേസസ് വന്ന് യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ ആണ് നമ്മുടെ ഈ വൈ ഓഫ് എൻ എന്ന് പറയുന്ന ഈ ഒരു റെസ്പോൺസിന്റെ കെയുടെ ലിമിറ്റ്, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ്, സമ്മേഷൻ ലിമിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ ആണ്. ഓക്കെ, നമ്മൾ ആദ്യം യു ഓഫ് കെ വരച്ചു നോക്കുക. യു ഓഫ് കെ വരച്ചു നോക്കിയപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് യു ഓഫ് കെ അത് 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ 1 പറയുന്ന ഒരു സിഗ്നലുള്ള 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. ഇനി യു ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത്, എൻ മൈനസ് കെ എന്ന് പറഞ്ഞാല് ഇവിടെ എൻ അല്ല വേരിങ് ഫാക്ടർ, കെ ആണ്. ഓക്കെ, കാരണം നമ്മൾ എക്സ് വൈ ആക്സസിലൊക്കെ എടുക്കുന്നത് കെ ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് മാറ്റിയിട്ട് യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ എഴുതാം. യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ എഴുതാം. ഓക്കെ, അപ്പൊ എന്താ മൈനസ് കെ പ്ലസ് എൻ നോക്കിയാൽ യു ഓഫ് കെ എന്നുള്ളൊരു സിഗ്നലിനെ യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ എഴുതുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്, ടൈം റിവേഴ്സലും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഷിഫ്റ്റിംഗ് പ്ലസ് എൻ ആണ്. സോ യു ഓഫ് കെ എന്നുള്ള സിഗ്നൽ എന്താ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എത്ര യൂണിറ്റ്? എൻ യൂണിറ്റുകൾ ഷിഫ്റ്റ് ചെയ്യും. എൻ എന്ന് പറയുന്നത് എത്രയും ഒരു നമ്പർ ആകാം. ഓക്കെ, അതൊരു വേരിയബിൾ ആണ്. അപ്പൊ എൻ യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഇനി അതിന്റെ ടൈം റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ ഇതുപോലെ വരും അല്ലെ. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സിഗ്നൽ നേരെ റൈറ്റ് സൈഡിലേക്ക് വരും. ഇതാണ് യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ. അപ്പൊ യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ എഴുതിയത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ മൈനസ് കെ പ്ലസ് എൻ സിഗ്നലും കിട്ടും. ഇനി ഇത് നോക്കൂ, യു ഓഫ് മൈനസ് കെ പ്ലസ് എന്ന് പറയുന്നത് ഈ എന്നിന്റെ വാല്യൂ പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും വരാം അല്ലെ. എന്നിന്റെ വാല്യൂ ഒന്നുകിൽ ഇവിടെ പോസിറ്റീവ് സൈഡ്സിൽ വരാം, അല്ലെങ്കിൽ എന്നെ നെഗറ്റീവ് സൈഡിലും വരാം. നമുക്ക് അതിന്റെ വാല്യൂ അറിയില്ല. അപ്പൊ അതാണ് പറഞ്ഞത് എൻ ക്യാൻ ബി 1 ടൈംസ് ലെസ് ദാൻ 0 ആകാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആകാം.
എന്നിന് ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ഏതെങ്കിലും ഒരു വാല്യൂ വരാം. അപ്പൊ നമ്മൾ രണ്ട് കേസ് ആയിട്ട് തന്നെ നോക്കേണ്ടി വരും. ഒന്നെന്താ n ലെസ് ദാൻ 0 എന്നുള്ള കേസ് നോക്കണം, ഒന്ന് n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ് നോക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് n ലെസ് ദാൻ 0 എന്നുള്ള കേസ് നോക്കാം. അപ്പൊ n ലെസ് ദാൻ 0 എന്നുള്ള കേസ് നോക്കുമ്പോൾ നമ്മൾ എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത്? u ഓഫ് k ഇൻറ്റു u ഓഫ് n മൈനസ് കെയുടെ വാല്യൂ ആണ്. n ലെസ് ദാൻ 0 ആകുന്ന സിറ്റുവേഷനിൽ u ഓഫ് k ഇൻറ്റു u ഓഫ് n മൈനസ് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ u ഓഫ് k ഇൻറ്റു u ഓഫ് n മൈനസ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി അത് നോക്കുക, അത് n ലെസ് ദാൻ 0 ആകുമ്പോൾ u ഓഫ് k എങ്ങനെയാണ് ഉണ്ടാകുക? u ഓഫ് k എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു സിഗ്നൽ ആണ് അല്ലേ, 1 ആയിരിക്കും, 0 1 2 3 തൊട്ട് അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു സിഗ്നൽ ആണ് u ഓഫ് k. ഇനി u ഓഫ് n മൈനസ് k ആണ് വേണ്ടത് when n ലെസ് ദാൻ 0. അപ്പൊ n ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ എന്തായിരിക്കും? -n ആയിരിക്കും അല്ലെ. n ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ n മൈനസ് ആയിരിക്കും, n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ n പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ n ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്ക് ഇനി അടുത്ത സിഗ്നൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ u ഓഫ് -n മൈനസ് k ആണ് വേണ്ടത് അല്ലെ, -n മൈനസ് k ആണ് വേണ്ടത്. അപ്പൊ അത് പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നോക്കൂ, u ഓഫ് -n മൈനസ് k എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് നമുക്ക് u ഓഫ് മൈനസ് k ഷിഫ്റ്റിംഗ് ഉണ്ട് എങ്ങോട്ട്? എന്നിട്ട് അതിന് ടൈം റിവേഴ്സിൽ എടുക്കുക. ഇതുപോലെ പോകും അല്ലെ, ഇവിടെ ആയിരിക്കും n -n ആണ്. ആദ്യത്തെ ഷിഫ്റ്റിംഗ് മാത്രമാണ് നടന്നത് അല്ലെ. എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ടൈം റിവേഴ്സിൽ എടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി വരെ പോകും. ഇതാണ് u ഓഫ് -k മൈനസ്. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ഇവിടെ എന്താ എഴുതാം? u ഓഫ് n മൈനസ് k when n ലെസ് ദാൻ 0 അങ്ങനെ എഴുതിയാൽ മതി. -n മൈനസ് k എന്ന് എടുക്കണ്ട, u ഓഫ് n മൈനസ് k when n ലെസ് ദാൻ 0. അപ്പൊ ഈ സിഗ്നൽ ആണ് ഇവിടെ വരേണ്ടത് അല്ലെ. അത് ഒറ്റയടിക്ക് കിട്ടില്ല, നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് n തൊട്ട് ഇങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും. അപ്പൊ ഇതാണ് എന്ത്? u ഓഫ് k. ഇതാണ് u ഓഫ് n മൈനസ് k when n ലെസ് ദാൻ 0. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത് അല്ലെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ലിമിറ്റും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ നോക്കുകയാണെങ്കിൽ 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ u ഓഫ് k വാല്യൂ ഉണ്ട് അല്ലെ. ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ഉണ്ട് വിത്ത് യൂണിറ്റി മാഗ്നിറ്റ്യൂഡുള്ള വാല്യൂസ് ഉണ്ട്. ബട്ട് u ഓഫ് n മൈനസ് k 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വാല്യൂ ഉണ്ടോ? വാല്യൂ ഉണ്ടോ? നോ. അപ്പം ഇവിടെയുള്ള എല്ലാ വാല്യൂസും കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. 1 × 0 1 × 0 സമ്മേഷൻ എടുത്താലും എന്താണ്? 0 ആണ്. അപ്പൊ ആ റേഞ്ചിൽ വാല്യൂ 0 ആണ്. ഇനി നോക്കിയേ, 0 തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ u ഓഫ് k വാല്യൂ ഇല്ല അല്ലെ. u ഓഫ് kടത് ഇവിടെയൊക്കെ 0 ആണ്. ബട്ട് u ഓഫ് n മൈനസ് k when n ലെസ് ദാൻ 0 എന്നുള്ള സിഗ്നലിന് ഇവിടെയൊക്കെ വാല്യൂസ് ഉണ്ട്. ബട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ u ഓഫ് k അവിടെയൊക്കെ 0 ആണ്, u ഓഫ് n മൈനസ് k വാല്യൂസ് ഉണ്ട്. ബട്ട് 1 ഇൻറ്റു ദാറ്റ് 0 വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 1 × 0 1 × 0 അങ്ങനെ സമ്മേഷൻ എടുത്താൽ ആ പോർഷനിലും 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? u ഓഫ് k ഇൻറ്റു u ഓഫ് n മൈനസ് k when n ലെസ് ദാൻ 0 എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? 0 ആണ്. അപ്പൊ എപ്പോഴായിരിക്കും ഒരു വാല്യൂ വരിക? ഈ രണ്ട് സിഗ്നൽസ് എപ്പോഴെങ്കിലും ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു റീജിയനിൽ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ അവിടെ വാല്യൂസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എവിടെ ഓവർലാപ്പിംഗ് വരുന്നില്ല അല്ലെ. എവിടെ ഈ രണ്ട് സിഗ്നൽസ് നോക്കിയാൽ എവിടെ ഓവർലാപ്പിംഗ് വരുന്നില്ല. അതുകൊണ്ട് എന്തായാലും 0 ആയിരിക്കും. അപ്പൊ കേസ് 1 അത് കഴിഞ്ഞു. ഇനി നമുക്ക് കേസ് 2 കൂടി ചെക്ക് ചെയ്യണം. കേസ് 2 എന്തായിരുന്നു? n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് കേസ് 2.
ആ സമയത്ത് യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ യു ഓഫ് കെ ഇവിടെ വരച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ലെസ് ദാൻ 0. അതേതാ സിഗ്നല്? നമ്മൾ ഓൾറെഡി വരച്ചൊരു സിഗ്നൽ തന്നെയാണ്. യു ഓഫ് കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ യു ഓഫ് എൻ മൈനസ് കെ തന്നെയുള്ളത് വാല്യൂ എടുത്താൽ മതി. ഈ ഫിഗർ ഇതല്ലേ, ഇത് നോക്കിയേ, യു ഓഫ് എൻ മൈനസ് കെ അല്ലേ ഇത്. വെൻ എൻ ലെസ് ദാൻ 0, അപ്പൊ എന്നിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇതന്നെയല്ലേ ആ ഫിഗർ? അത് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഈ റൗണ്ട് ചെയ്തതാണ് ആ ഫിഗർ. ഇതുപോലെ എൻ ഇവിടെ വരും. എന്താണ്? യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ഗ്രേറ്റർ ദാൻ 0. അതാണ് ഈ സിഗ്നൽ. ഇവിടെ കെ വരും, ഇതുപോലെ ഇങ്ങനെ സിഗ്നൽ പോകും. ഇതാണ് യു ഓഫ് എൻ മൈനസ് കെ. യു ഓഫ് എൻ മൈനസ് കെ വരച്ചതിൽ ഡൗട്ട് ഉണ്ടോ? യു ഓഫ് എൻ മൈനസ് കെ വരച്ചതിൽ ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി അത് പറഞ്ഞു തന്നെ വരക്കണോ? ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചത് കൊണ്ടാണ്. യു ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ മാറ്റിയിട്ട് ഓഫ് എൻ മൈനസ് കെ നമുക്കത് മൈനസ് കെ പ്ലസ് അല്ലേ, ഗ്രേറ്റർ തന്നെയാണ്. അപ്പൊ അവിടെ വേറെ ചേഞ്ച് ഒന്നുമില്ല. യു ഓഫ് മൈനസ് കെ പ്ലസ് എന്താ? then time reversal. Shifting should be in left side. Plus n ആണ് അല്ലേ, left side by n യൂണിറ്റ്. അതാണ് ഇവിടെ യു ഓഫ് കെ പ്ലസ് എൻ സിഗ്നൽ. യു ഓഫ് കെ എന്നുള്ള ഈ സിഗ്നലിനെ യു ഓഫ് കെ പ്ലസ് എൻ ആയപ്പോൾ എന്ത് ചെയ്തു? ഓക്കെ സോറി, റൈറ്റ് സൈഡ് പ്ലസ് എൻ അല്ലേ, അപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ സോറി, യു ഓഫ് കെ പ്ലസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇതുപോലെ കിട്ടും, യു ഓഫ് കെ പ്ലസ് എൻ ഇത് കിട്ടും. ഇതിന്റെ ടൈം റിവേഴ്സിൽ എടുക്കുകയാണെങ്കിൽ യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ വരും. നേരെ ആ ഒരു മിറർ ഇമേജ് പോലെ എടുക്കാം. ഇതാണ് എന്ത്? യു ഓഫ് മൈനസ് കെ പ്ലസ് എൻ അല്ലെങ്കിൽ യു ഓഫ് എൻ മൈനസ് കെ വെൻ എൻ ഗ്രേറ്റർ ദാൻ 0. രണ്ടിന്റെയും ആ ഒരു കണ്ടീഷൻ സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിഗർ. ഇനി ഈ സിഗ്നലും കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പൊ നോക്കി, എവിടെയെങ്കിലും ഓവർലാപ്പിംഗ് വരുന്ന ഏരിയ ഉണ്ടോ അവിടെ അതിന് വാല്യൂ ഉണ്ടാകുള്ളൂ, അല്ലാത്ത കേസിൽ അതിന് വാല്യൂ ഇല്ല. ഓക്കെ, 0 ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ യു ഓഫ് കെ 0 ആയതുകൊണ്ട് അവിടെ അത്ര വരെ വാല്യൂ ഇല്ല. ഇനി നോക്കിയേ, 0 ടു n എന്ന് പറയുന്ന വാല്യൂ വരെ ഈ യു ഓഫ് കെയും യു ഓഫ് എൻ മൈനസ് കെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വാല്യൂ ഉണ്ടാകില്ലേ? 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാകില്ലേ? യു ഓഫ് കെയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത് 0 തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഇനി യു ഓഫ് കെ എൻ മൈനസ് കെയുടെ വാല്യൂ 0 തൊട്ട് പോസിറ്റീവ് n വരെ വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ ആ റേഞ്ച് നോക്കണം, എത്ര വരെയാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. കെയുടെ വാല്യൂ 0 ടു n വരെ ആണെങ്കിൽ അവിടെ യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെക്ക് 1 ആണ്. അതിനുശേഷം എന്താണ്? വീണ്ടും 0 ആണ്, കാരണം ഇവിടെ സിഗ്നൽ ഇല്ല. അപ്പൊ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആവും. ഓക്കെ, അപ്പൊ 0 ടു n വരെ കെയുടെ വാല്യൂ വേരി ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെക്ക് വാല്യൂ ഉണ്ട്, അത് 1 ആണ്. അത് കിട്ടി. ഇനി നമ്മൾ ഇത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പം y ഓഫ് n ഈസ് ഈക്വൽ ടു രണ്ട് സമ്മേഷനും എടുത്താൽ മതി. y ഓഫ് n ഈസ് ഈക്വൽ ടു എന്താണ്? a റേസ് ടു n ഇൻറ്റു സമ്മേഷൻ ഓഫ് കെയുടെ വാല്യൂ എവിടെ തൊട്ടാണ്? 0 തൊട്ട് n വരെ. k ഈക്വൽ ടു 0 ടു n b ബൈ a ഹോൾ റേസ് ടു k ഇൻറ്റു 1 അല്ലേ. നേരത്തെ കേസിൽ 0 ആയതുകൊണ്ട് നമ്മളത് കാണണ്ട. ബട്ട് ഇവിടെ 1 ഉള്ളത് കൊണ്ട് യു ഓഫ് കെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് കെക്ക് 1 കൊടുത്തിട്ട് അത് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a റേസ് ടു n ഇൻറ്റു സമ്മേഷൻ ഓഫ് k ഈക്വൽ ടു 0 ടു n b ബൈ a ഹോൾ റേസ് ടു k. ഓക്കെ, അതെന്താണ്? നമ്മൾ മുന്നേ സമ്മേഷൻ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സമ്മേഷൻ ഓഫ്
n is equal to 0 to capital N, a raised to n is equal to 1 minus a raised to capital N plus 1 divided by 1 minus a, where a not equal to 1. അതൊരു സമ്മേഷൻ ഇക്വേഷൻ ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിന് എന്ത് എഴുതാം? a raised to n into 1 minus b by a whole raised to n plus 1 divided by 1 minus b by a. ഇതുപോലെ എഴുതാം. ഓക്കെ, ഇത് എഴുതി മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാം. ആ ലിമിറ്റ് കൊടുക്കേ വേണ്ടുള്ളൂ, സമ്മേഷൻ ലിമിറ്റുകൾ കൊടുക്കേ വേണ്ടുള്ളൂ. എന്തായിരിക്കും ആൻസർ? y of n ഈസ് ഈക്വൽ ടു എന്താണ്? y of n ഈസ് ഈക്വൽ ടു 0 എപ്പോഴ്? ഇഫ് n ലെസ് ദാൻ 0 അല്ലെ? n ലെസ് ദാൻ 0 ആണെങ്കിൽ 0, അതർവൈസ് എന്താണ് വാല്യൂ? a റേസ് ടു n ഇൻറ്റു 1 മൈനസ് b ബൈ a ഹോൾ റേസ് ടു n പ്ലസ് 1 divided by 1 minus b by a for n greater than or equal to 0. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. രണ്ട് കേസിലും when n less than 0 and ഇക്വേഷനിൽ കൊടുക്കുക. f n equal to a raised to n ന്റെ സമ്മേഷൻ k equal to 0 to b by a whole raised to k into 1. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷൻ, അതിന്റെ വാല്യൂ എന്തായിരിക്കും? a whole raised to n plus 1 by 1 minus b by a. ഓക്കെ, അതാണ് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ആൻസർ. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് തന്നെ ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അത് ഇന്ന് തന്നെ എടുത്തിട്ടൊന്ന് നല്ല നീറ്റായിട്ട് പഠിക്കാം. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ആ സിഗ്നൽസ് അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നല്ല ബേസിക് ആയിട്ട്, നല്ല ബേസ് തെറവായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇതൊരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ, അപ്പൊ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ.